നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട്ടിലേക്കുള്ള കേന്ദ്ര സഹായം നിഷേധിച്ചതിലൂടെ ബിജെപി സർക്കാർ സ്വീകരിച്ചു വരുന്നത് സംസ്ഥാനത്തെ പിന്നിൽ നിന്നുകുത്തുന്ന സമീപനമെന്ന് മന്ത്രി എം വി രാജേഷ്. കേരളത്തിന്റെ മാന്യമായ ആവശ്യങ്ങൾ നിരാകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്ക് പാലക്കാട്ടെ വോട്ടർമാർ മറുപടി പറയുമെന്നും എം വി രാജേഷ്. കേരളത്തിലെ രണ്ടാമത്തെ വ്യാവസായിക മേഖലയായ പാലക്കാടിനോട് കേന്ദ്ര സർക്കാർ തുടർന്നുവരുന്ന വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സിപിഐ ദേശീയ സമിതി അംഗം കെ പി രാജേന്ദ്രൻ. ദേവരഥ സംഗമ നിറവിൽ കൽപ്പാത്തി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ പ്രാർത്ഥനാ നിർഭരമായി രഥസംഗമം. ദേവരഥ സംഗമത്തിന് സാക്ഷിയായത് ആയിരങ്ങൾ. ഗ്രാമവീഥികളിലെ തേരോട്ട നിർവൃതിയിൽ നിറഞ്ഞ് ആഗ്രഹാരം. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. പൂരം അലങ്കോലപ്പെട്ട രാത്രിയിൽ സംഭവസ്ഥലത്ത് കളക്ടർ നേരിട്ടെത്തിയിരുന്നുവെങ്കിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ രൂക്ഷ വിമർശനം. ഷൊർണൂർ കവളപ്പാറ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ മോഷണം പോയി. മോഷണം പോയത് കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരത്തിലെ 200 ഏക്കറോളം നെൽകൃഷിക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പ് ഹൌസിലേത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെയും ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ 2700-ലധികം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നവംബർ 18 മുതൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ വിധിയെഴുതണമെന്ന ആഹ്വാനവുമായി പാലക്കാട്ട് കർഷക സംഗമം. സംഗമം സംഘടിപ്പിച്ചത് പാലക്കാടൻ കർഷക മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും കർഷകരുടെ ആവശ്യം. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കർഷകർ ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത്. കൈക്കനാലുകൾ കാടുമൂടിക്കിടക്കുന്നതിനാൽ മെയിൻ കനാലുകൾ വൃത്തിയാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് കർഷകരുടെ ആക്ഷേപം. കൌമാര പ്രതിഭകളുടെ സ്കൂൾ ഉപജില്ലാ കലോത്സവം. എടപ്പലത്ത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിശീല വീണു. വല്ലപ്പുഴയിൽ നടന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 516 പോയിന്റ് നേടി ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കി. കുഴൽമന്നം ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ. ഒരാൾക്ക് പരിക്ക്. വാണിയംകുളം പനിയൂരിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. വയനാട്ടിലേക്കുള്ള സഹായം നിഷേധിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് സംസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമെന്ന് മന്ത്രി എം വി രാജേഷ്. കേരളത്തിന്റെ മാന്യമായ 3 ആവശ്യങ്ങൾ നിരാകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്ക് പാലക്കാട്ടെ വോട്ടർമാർ മറുപടി പറയുമെന്നും എം വി രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. വയനാടിനുള്ള സഹായം നിഷേധിച്ചതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെയും വയനാടിനെയും പിന്നിൽ നിന്ന് മാരകമായി കുത്തിയിരിക്കുകയാണ്. ഈ പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല. 3 കാര്യങ്ങളാണ് ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത്. വളരെ ന്യായമായ കാര്യങ്ങൾ. ഒന്ന്, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയിട്ട് പ്രഖ്യാപിക്കണം. രണ്ടാമത്, അധിക സഹായം നൽകണം. മൂന്നാമത് നമ്മൾ ആവശ്യപ്പെട്ടത് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണം. വളരെ ന്യായമായ മാനുഷികമായ പരിഗണന അർഹിക്കുന്ന ആവശ്യങ്ങളാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും കേരളം പൊറുക്കില്ല. വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ പുനരധിവാസ പാക്കേജ് അനുവദിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ പാലക്കാട് UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. UDYFന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഭൂപടം അയച്ചുകൊടുത്തായിരുന്നു പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. റിയാസ് മുക്കോളി, KS ജയഘോഷ് എന്നിവർ സംസാരിച്ചു. വ്യാവസായിക കാർഷിക പ്രതിസന്ധിയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണമെന്ന് CPI ദേശീയ സമിതി അംഗം KP രാജേന്ദ്രൻ. വയനാട് ദുരന്ത നിവാരണത്തിനായി ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് സംസ്ഥാനത്തോട് തുടരുന്ന വിവേചനത്തിന്റെ ഭാഗമാണെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി
ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഒരു വിവേചനത്തോടുകൂടിയ നമ്മുടെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പ്രതിരോധം ഉണ്ടാക്കുന്ന വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊക്കെ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ക്യാമ്പയിൻ ഫലപ്രദമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ സൈദിന്റെ വലിയ സ്വീകാര്യത നേരത്തെ പറഞ്ഞ പോലെ ഊർജ്ജസ്വനായ നല്ല വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കാണുന്നുണ്ട്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരുമ്പോഴേക്കും LDFന്റെ ഗ്രാഫ് വളരെ ഉയർന്നു വരികയാണ്. ഞങ്ങൾക്കുള്ള സ്വീകാര്യത കൂടി വരികയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വ്യാവസായിക മേഖലയോട് തികഞ്ഞ അനീതിയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. കോച്ച് ഫാക്ടറിക്കായി കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകി. എന്നാൽ കോച്ച് ഫാക്ടറി വന്നില്ലെന്ന് മാത്രമല്ല, സ്ഥലവും നഷ്ടമാവുന്ന സ്ഥിതിയാണ്. 56,000 കോടി രൂപ മൂല്യമുള്ള ബെമൽ 2,000 കോടിക്ക് വിൽക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലാണെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഗ്രഹാരചന്തത്തിന് പകിട്ടേകി ദേവരഥ സംഗമനിറവിൽ കൽപ്പാത്തി. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം അണിനിരന്നപ്പോൾ പ്രാർത്ഥനാ നിർഭരമായി മാറി രഥസംഗമം. കൽപ്പാത്തിയുടെ പ്രദക്ഷിണ വഴിയിൽ ഭക്തിസാന്ദ്രമായ ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങളാണ്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ദേവരഥം മുഖാമുഖം അണിനിരന്നപ്പോൾ ഭക്തരുടെ ആർപ്പുവിളികൾ ഉയർന്നു. കൽപ്പാത്തിയുടെ പ്രദർശന വഴികളിൽ ഭക്തിസാന്ദ്രമായ നിമിഷം കൂടിയായി ദേവരഥ സംഗമം മാറി. കൽപ്പാത്തിയുടെ തേരുമുട്ടിയിൽ കുണ്ടമ്പലം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ, മന്ദക്കര മഹാഗണപതി, ചാത്തപുരം പ്രസന്ന മഹാഗണപതി എന്നീ ദേവകളുടെ രഥങ്ങളാണ് സംഗമിച്ചത്. ഒരു സംവത്സരത്തിന്റെ കാത്തിരിപ്പിനാണ് ദേവരഥ സംഗമത്തിലൂടെ സാഫല്യമായത്. ഒരു ദേശം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ, വേദമന്ത്രങ്ങൾ തുടർച്ചയായി മുഴങ്ങുമ്പോൾ കൽപ്പാത്തി രഥോത്സവത്തെ ജനപ്രിയമാക്കുന്നതും ഇവിടെ അനുഭവപ്പെടുന്ന നിറവു തന്നെയാണ്. കൽപ്പാത്തി അഗ്രഹാര വീതിയിലൂടെ ദേവരഥങ്ങളുടെ പ്രയാണം സംഗമഭൂമിയിൽ എത്തുമ്പോഴുണ്ടാകുന്നൊരു നിർവൃതി കൽപ്പാത്തി രഥോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി അടുത്ത രഥോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് അഗ്രഹാര വീതികൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്നത്തെ തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണതേജയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. പൂരം അലങ്കോലപ്പെട്ട രാത്രിയിൽ കളക്ടറെ ഫോണിൽ വിളിച്ചിട്ടും പ്രശ്നം ചർച്ച ചെയ്യാൻ എത്തിയില്ലെന്നും കളക്ടർ വന്നിരുന്നുവെങ്കിൽ രമ്യമായി പരിഹരിക്കപ്പെട്ടേനെയെന്നും ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയെയും തിരുവമ്പാടി ദേവസ്വം രൂക്ഷമായി വിമർശിച്ചു. മഠത്തിൽ നിന്നും നാഗരാലിലേക്ക് വരുന്ന രാത്രി പൂരം നമ്മൾ ഏതാണ് പുറത്ത് എഴുന്നള്ളിച്ച് നമ്മൾ സ്വരാജ് റോഡിൽ നിൽക്കുമ്പോൾ അവിടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവതി നിൽക്കുമ്പോൾ നമ്മൾ കളക്ടറെ വിളിക്കുകയും ഒരു 11-12 മണിയോട് കൂടിയിട്ട് കളക്ടറെ വിളിച്ചു. ഇങ്ങനെ റോഡുകളെല്ലാം കെട്ടി അടച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് സമ്മതിക്കാൻ പറ്റില്ല. നമ്മൾ എടുത്ത തീരുമാനം ഇതല്ല, 2023-ലുണ്ടായ തീരുമാനം ഇതല്ല. അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് 2024 നമ്മളെല്ലാം സമ്മതിച്ചിട്ടാണ് നമ്മൾ പൂരത്തിന്റെ ആഘോഷങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഇവിടെ എല്ലാ റോഡുകളും മുളച്ചു കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കളക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ കളക്ടറെയും SP-നും വിളിച്ചു പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് വിളിച്ചത്. പലവട്ടം SP-നെ വിളിച്ചു പറഞ്ഞപ്പോൾ അന്നൊരു ഫോൺ എടുത്തിട്ട് കളക്ടർ ഫോൺ എടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാം, നിങ്ങൾ നടുവിലാലിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ 1.5-2 മണിക്കൂറോളം നടുവിലാലിൽ പന്തലിന്റെ അവിടെ നിന്നു. ഈ കളക്ടർ എത്തിയില്ല. വെടിക്കെട്ട് മാഗസിൻ പോലീസ് അടച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. കലക്ടർ വന്നിരുന്നെങ്കിൽ പ്രശ്നം ഒത്തുതീർപ്പായേനെയെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗിരീഷ് കുമാർ. അതോടൊപ്പം ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയെ തിരുവമ്പാടി ദേവസ്വം രൂക്ഷമായി വിമർശിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിൽ വ്യക്തതയില്ലെന്നും നിലവിലെ ഉത്തരവ് പ്രകാരം എഴുന്നള്ളിപ്പ് നടത്തണമെങ്കിൽ പൂരം പാടത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. അതായത് ഇപ്പോൾ 3 മീറ്റർ ഒരു ആനയിൽ നിന്ന് മറ്റൊരു ആനയിലേക്ക് 3 മീറ്ററാണ് ദൂരവ്യത്യാസം പറയുന്നത്. അപ്പോൾ 15 ആന നിൽക്കുമ്പോൾ 45 മീറ്റർ വന്നു. ഒരിക്കലും തെക്കോട്ടടക്കം എന്നല്ല ഒരു പൂരം നടത്താൻ പറ്റില്ല. എലിഞ്ഞിത്തറ വേണം നടത്താൻ പറ്റില്ല, തെക്കോട്ടടക്കം നടത്താൻ പറ്റില്ല. തൃശ്ശൂരിലെ തന്നെ കേരളത്തിലെ ഒരു പൂരം നടത്താൻ പാടങ്ങളിൽ
കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ നടക്കുന്ന അപൂർവം ചില പൂരങ്ങളുണ്ട്, അവിടെ സ്ഥലം കിട്ടും. ബാക്കിയുള്ള പൂരങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ നടത്താൻ പറ്റില്ല. അതുപോലെ പുതിയൊരു ഇത് വന്ന് പകൽ സമയങ്ങളിൽ പൂരം നടത്താൻ പറ്റില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ ചിട്ടയോടും മണിക്കൂറും കൂടി അതിന് ടൈം ടേബിളുള്ള ഒരു പൂരമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണം വീണ്ടും ഉന്നയിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇതിനു പിന്നിൽ BJPയും കോൺഗ്രസുമാണെന്നും വ്യാജ വോട്ട് വിഷയത്തിൽ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. UDFിൽ മുൻ MLA ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലാണ് വ്യാജ വോട്ടുകൾ ചേർത്തതെങ്കിൽ BJPയിൽ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് വോട്ടുകൾ ചേർത്തത്. വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുക, പുനഃപ്രസിദ്ധീകരിക്കുക എന്ന ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം 18-ാം തീയതി മുതൽ CPM വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. വ്യാജ വോട്ട് ചേർക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന BLOമാർ ചെയ്തിട്ടുള്ളത്. ആ BLOമാർക്കെതിരെ കേസെടുക്കണം. അതോടൊപ്പം തന്നെ 2700ഓളം വരുന്ന വ്യാജ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നടപടി ഇലക്ഷൻ ഓഫീസറുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണം. ഇപ്പോൾ ജില്ലാ ഇലക്ടറൽ ഓഫീസറാണ്, അവരൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അന്വേഷണം ഒരു പ്രഹസനമാവരുത്. വോട്ട് ചേർക്കുന്നതിന് വേണ്ടി, ഈ വ്യാജ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും വലിയ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുതയെല്ലാം വെളിപ്പെടുത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാജ വോട്ടിനെതിരെ ഏതറ്റവും വരെ ഞങ്ങൾ പോകും. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഏതറ്റവും വരെയും പോകുക എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിലെ ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കവളപ്പാറ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ മോഷണം പോയി. മോഷണം പോയത് കാരക്കാട് ചുടുവാൽത്തൂർ പാടശേഖരത്തിലെ 200 ഏക്കറോളം നെൽകൃഷിക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പ് ഹൌസിലേത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ഷൊർണൂർ പോലീസ്. 30 HP ഒരു മോട്ടോർ, 25 HP 2 മോട്ടോർ, 5 HP മോട്ടോർ സ്റ്റാർട്ടറുകൾ, പാനൽ ബോർഡ് വയറിംഗ്, ചെമ്പ് കമ്പികൾ, പഴയ ഇരുമ്പ് സാധനങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. രണ്ടാം വിള നെൽകൃഷി നടയിൽ കഴിഞ്ഞ പാടങ്ങൾ ഉണങ്ങിയതിനെ തുടർന്ന് കാരക്കാട് പാടശേഖര സമിതി, ജലസേചന വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, ഷൊർണൂർ MLA, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എന്നിവർക്ക് നൽകിയ പരാതിയെ തുടർന്ന് കാലവർഷത്തിൽ വെള്ളം കയറി പ്രവർത്തനരഹിതമായ മോട്ടോർ റിപ്പയർ ചെയ്യുന്നതിന് ഇലക്ട്രിക് കരാർ ചെയ്യുന്ന വർക്കർമാർ രാവിലെ പമ്പ് ഹൌസ് തുറന്നു നോക്കിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. ഇറിഗേഷൻ AEയുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇറിഗേഷൻ AXE, AE, വാർഡ് കൗൺസിലർ T. സീന, കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി ബിജു, പാടശേഖര സമിതി സെക്രട്ടറി K. ജയപ്രകാശ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നെൽ കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയ മോഷണക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിക്കും ചെറുകിട ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർക്കും നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പഴയന്നൂരിൽ ക്ഷേത്ര നിർമ്മാലയ്ക്കിടെ സ്വർണ്ണമാല മോഷണം പോയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് മാനാമധുരൈ സ്വദേശിനിയായ ഭഗവതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ ചെറുകര മേപ്പാടത്ത് പറമ്പ് 57 വയസ്സുള്ള സരസ്വതിയുടെ 2.5 പവൻ തൂക്കമുള്ള താലിമാലയാണ് മോഷ്ടാവ് കവർന്നത്. നിറമാല ഉത്സവ ദിനത്തിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിനകത്ത് തൊഴുതു നിൽക്കുമ്പോഴായിരുന്നു മാല മോഷണം പോയ വിവരം അറിയുന്നത്. ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്ത് തിരച്ചിൽ നടത്തി. ക്ഷേത്ര ജീവനക്കാരെയും പോലീസിനെയും അറിയിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ പുതുതായി സ്ഥാപിച്ച CCTVകൾ വഴി കവർച്ചയുടെ ദൃശ്യം പോലീസിന് ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് ശിവഗംഗ ജില്ലയിലെ ആത്തുപാളം മാനാമധുരൈ സ്വദേശിയായ ഭഗവതിയായിരുന്നു മാല മോഷ്ടിച്ചെന്ന് തിരിച്ചറിഞ്ഞു. ഇവർക്ക് ജ്യോതി എന്നും ഗായത്രി എന്നും വിളിപ്പേരുണ്ട്. 2023 ആറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്ന മാല പിടിച്ചുപറി കേസിലെ പ്രതിയാണ് ഇവർ. ഇങ്ങനെ ഒരു ആളെ കിട്ടിയത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇത്തരത്തിലുള്ള മോഷണങ്ങള് ഒരു പരിധിവരെ കുറയുമെന്ന് കരുതുന്നു. ഇയാളെ ക്യാച്ച് ചെയ്ത ആ സമയം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഒരു ഗ്യാങ് അവിടെ ഉണ്ടായിക്കാണും. അവര് കടന്നു കളഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇവരൊരു മോഡസാണ് ക്യൂവിൽ നിൽക്കുന്ന സ്ത്രീകളുടെ. ഒരല്പം പോലും അവർക്കറിയാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കും. അത് ഒരല്പം പോലും അറിയാൻ പറ്റില്ല. അത്
ഈ മാല നഷ്ടപ്പെട്ടെന്ന സംയോജിതമായിട്ട് അവര് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കത് CCTV പരിശോധിച്ചത് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇത് കൈമറിഞ്ഞ് അത് പോകുമായിരുന്നു. എന്തായാലും പയ്യന്നൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻകൈ പിടിക്കാൻ സഹായിച്ചത് നമ്മളെ സുരഭി പിന്നെ ജിത്ത്, ഇവരാണ് ആ സ്പോട്ടിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് സംയോജിതമായി ഇടപെട്ടത് വളരെ വളരെ ഗുണം ചെയ്തു. അക്കാര്യത്തിൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിധി എഴുതണമെന്ന് പാലക്കാട് ചേർന്ന കർഷക സംഗമത്തിൽ ആഹ്വാനം. പാലക്കാടൻ കർഷക മുന്നേറ്റമാണ് സംഗമം സംഘടിപ്പിച്ചത്. ദേശീയ കോർഡിനേറ്റർ KV ബിജു കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ വന്നതിന് ശേഷം കൃത്യമായിട്ട് പങ്കുകൊടുക്കുന്നു. ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്സ്. സപ്ലൈകോ എന്ന് പറയുന്ന സംവിധാനം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യ മുഴുവൻ 16,000 ഷോറൂമുകളാണ് റിലയൻസ് തുടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ഡിമാൻഡില് ചില്ലറ വ്യാപാര മേഖലയില് കാർഷിക മേഖലയിലെ കുത്തവൽക്കരണത്തെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുന്നു. 13 നിയമങ്ങൾക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം ഈ മേഖലയിലെ കുത്തവൽക്കരണത്തിനെതിരായിരുന്നു. സപ്ലൈകോ സംവിധാനം നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്തുകൊണ്ട് സപ്ലൈകോ ഇന്ന് ഏങ്ങി വലിക്കുന്നു? ഇവര് കോർപ്പറേറ്റുകൾക്കെതിരാണെങ്കിൽ പിണറായി വിജയനോ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരോ കോർപ്പറേറ്റുകൾക്കെതിരാണെങ്കിൽ ഒരു സപ്ലൈകോനെ ശക്തിപ്പെടുത്തുക. നെല്ലിന്റെ താങ്ങുവില ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് 28 രൂപയാണ്. എന്നാൽ ഉൽപാദന ചെലവ് വർദ്ധിച്ചതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം 35 രൂപയെങ്കിലും അനുവദിച്ചെങ്കിൽ മാത്രമേ നഷ്ടങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ സാധ്യമാവൂ. കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നെല്ലിന്റെ സംഭരണവും കർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവിലയും സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. കർഷക സംഗമത്തിൽ ദേശീയ കർഷക സമാജം ജനറൽ സെക്രട്ടറി മുതലാംതോട് മണി അധ്യക്ഷനായി. വിവിധ കർഷക സംഘടനാ നേതാക്കളായ സജീഷ് കുത്തന്നൂർ, കാർത്തികേയൻ, രഘു മാത്തൂർ, IC ബോസ്, വിളയോടി വേണുഗോപാൽ, ആർമുഖൻ പത്തിച്ചിറ, ചിദംബരൻകുട്ടി, C വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കാടുമൂടിക്കിടക്കുന്നതിനാൽ മെയിൻ കനാലുകൾ വൃത്തിയാക്കിയിട്ട് പ്രയോജനമില്ലെന്ന് കർഷകർ. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കർഷകരാണ് ആക്ഷേപവുമായി രംഗത്തെത്തിയത്. ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയാണെന്നും ആരോപണമുയർന്നു. കൈക്കനാലുകൾ കാടുമൂടി കനാലാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ കിടക്കുമ്പോൾ മെയിൻ കനാലുകൾ മാത്രം വൃത്തിയാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ലെന്നും ഇത് മലമ്പുഴ ഇറിഗേഷൻ അധികൃതരുടെ അനാസ്ഥയാണ് വ്യക്തമാക്കുന്നതെന്നുമാണ് കർഷകരുടെ ആരോപണം. രണ്ടാം വിള നെൽകൃഷി ഇറക്കാൻ ഞാറ്റടി തയ്യാറാക്കാനും നിലമൊരുക്കാനും വെള്ളമില്ലെന്ന പരാതിയിൽ കോട്ടായി, പെരുങ്ങോട്ടുകുറിശ്ശി, മാത്തൂർ, കുത്തന്നൂർ മേഖലകളിലെ മലമ്പുഴ മെയിൻ കനാലുകൾ വൃത്തിയാക്കുന്ന പണി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മെയിൻ കനാലുകളേക്കാൾ ശ്രദ്ധിക്കേണ്ടത് കൈക്കനാലുകളാണ്. പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിന് കൈക്കനാലുകളാണ് അത്യാവശ്യമായി വൃത്തിയാക്കേണ്ടത് എന്നാണ് കർഷകർ പറയുന്നത്. കൈക്കനാലുകൾ വൃത്തിയാക്കാതെ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. ഇറിഗേഷൻ അധികൃതരുടെ നിരുത്തരവാദ നിലപാടിൽ കർഷകർക്കിടയിൽ വ്യാപക പ്രതിഷേധമുയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഉയർത്തെഴുന്നേറ്റ് ശക്തൻ തമ്പുരാൻ. KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ തൃശൂർ ശക്തൻ സ്ക്വയറിൽ പുനഃസ്ഥാപിച്ചു. ശില്പി കുന്നുവിള മുരളിയുടെ നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത്. അവസാനവട്ട മിനുക്കുപണികൾക്കും അലങ്കാരപ്പണികൾക്കും ശേഷം പ്രതിമയുടെ അനാച്ഛാദനം നടക്കും. തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണികൾക്കും മിനുക്കുപണികൾക്കും ശേഷം പ്രതിമ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് തൃശൂരിൽ എത്തിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തൻ സ്ക്വയറിലെ മണ്ഡപത്തിൽ നവീകരിച്ച പ്രതിമ പുനഃസ്ഥാപിച്ചത്. ശില്പി കുന്നുവിള മുരളിയുടെയും ശിഷ്യന്മാരുടെയും നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത്. ലോറിയിൽ നിന്നും ക്രെയിൻ്റെ സഹായത്തോടെയാണ് പ്രതിമ മണ്ഡപത്തിന് മുകളിൽ എത്തിച്ചത്. അവസാന മിനുക്കുപണികൾക്കും മണ്ഡപത്തിൻ്റെ അലങ്കാരപ്പണികൾക്കും ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കകം പ്രതിമയുടെ അനാച്ഛാദനം നടക്കും. നവീകരിച്ച പ്രതിമയ്ക്ക് 10 അടി ഉയരവും 5 ടണ്ണോളം ഭാരവുമുണ്ട്. കച്ചമുറുക്കി ഉടവാളുമായി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ പ്രൗഢി ഒട്ടും ചോരാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 19.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തത്. ജൂണിലാണ് KSRTC ബസ്സിടിച്ച് പ്രതിമ തകർന്നത്. അപകടത്തിൽ പ്രതിമയുടെ അരയ്ക്കു താഴെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. തുടർന്ന് തിരുവനന്തപുരം പാപ്പനംകോട് എത്തിച്ചാണ് ശില്പി കുന്നുവിള മുരളി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ തൃശൂർ.
വാണിയംകുളം പനിയൂർ ശിവക്ഷേത്രം റോഡിൽ അമിതഭാരം കയറ്റി വന്ന ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയതറിഞ്ഞ ഡ്രൈവറും സഹായിയും പുറത്തേക്ക് ചാടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അമിതഭാരം കയറ്റിയ ലോറിയാണ് വ്യാഴാഴ്ച വൈകുന്നേരം 5:30 നിയന്ത്രണം തെറ്റി പാടത്തേക്ക് മറിഞ്ഞത്. പനയൂർ ശിവക്ഷേത്രം പരിസരത്തെ മരങ്ങൾ മുറിച്ചുകയറ്റി തിരിച്ചു പോവുകയായിരുന്ന ലോറിയാണ് വാഴത്തോട്ടത്തിലേക്ക് മറിഞ്ഞത്. ലോറിയിൽ അമിതഭാരം കയറ്റിയതാകാം ലോറി താഴ്ചയിലേക്ക് മറിയാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാതയുടെ ഇരുവശങ്ങളിൽ ഭിത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും റോഡ് ടാർ ചെയ്യാത്തതും പാതയുടെ ഒരു വശം പാടശേഖരവും മറ്റൊരു വശം തോടായതിനാലും പാതയ്ക്കുള്ളിൽ വെള്ളത്തിന്റെ ഈർപ്പം കെട്ടിയതാകാം പാത തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ലോറി മറിഞ്ഞ ഭാഗത്തെ കൃഷിയിടത്തിലെ വാഴകൃഷിയുടെ കുറച്ചു ഭാഗങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. രാത്രി 7:30 JCBയും ക്രെയിനും സംഭവസ്ഥലത്തെത്തിച്ച് കയറുകെട്ടി ലോറി പൊക്കി പാതയിലേക്ക് വെക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 10:45 മറ്റൊരു JCB എത്തി കയർ കെട്ടി വലിച്ചാണ് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 ലോറി ഉയർത്തി പാതയിലേക്ക് വെച്ചത്. നിരവധി വിശ്വാസികൾ സ്ഥലത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ പനയൂർ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതും വരുന്നതുമായ പ്രധാന പാത കൂടിയാണിത്. 3 പ്രളയത്തെ അതിജീവിച്ച ഈ പാത ബലക്ഷയത്തിന്റെ വക്കിലാണ്. ടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. പാർലിക്കാട് ബൈപ്പാസിൽ രാവിലെ 8:30 അപകടം. ഓട്ടോ ഡ്രൈവർ ചേലക്കര സ്വദേശി 60 വയസ്സുള്ള ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർന്ന് ഹനീഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയുമായി വന്നിരുന്ന ഓട്ടോയിൽ എതിരെ വന്നിരുന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. മറ്റൊരു ടാക്സി ഓട്ടോറിക്ഷയും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിസാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻഭാഗത്തിന് കേടുപാടുകളും സംഭവിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ മഞ്ഞളുങ്ങളിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. മുതുതല സ്വദേശി സന്തോഷിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആളപായമില്ല. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ മഞ്ഞുലുങ്ങൽ ഇറക്കത്തിലാണ് വാഹനാപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തുനിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസും എതിരെ വന്ന കാറും തമ്മിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാറിന് തകർച്ച നേരിട്ടിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന മുതുതല സ്വദേശി സന്തോഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചിട്ട ഭാഗത്താണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് അമിത വേഗതയിൽ ആയിരുന്നു എന്നാണ് നിഗമനം. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൗമാര പ്രതിഭകളുടെ കലാമാമാങ്കത്തിന് തിരശ്ശീല വീണു. 5 ദിവസങ്ങളിലായി എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് വെള്ളിയാഴ്ച സമാപനമായത്. സമാപന ദിനത്തിലും വാശിയേറിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. 5 രാപ്പകലുകൾ എടപ്പലത്തെ കലോത്സവ നഗരിയെ ത്രസിപ്പിച്ച കലാപ്രതിഭകളുടെ വാശിയേറിയ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തിരശ്ശീല വീണു. സമാപന ദിനത്തിലും മിക്ക വേദികളിലും വാശിയേറിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഒൻപത് വേദികളിലായി ഇംഗ്ലീഷ് സ്കിറ്റ്, നാടോടി നൃത്തം, കാവ്യകേളി, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങളായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത്.
മിക്ക വേദികൾക്ക് മുന്നിലും നിരവധി ആസ്വാദകർ തടിച്ചുകൂടി. സംസ്കൃതോത്സവത്തിലും അറബിക് കലോത്സവത്തിലും സമാപന ദിനത്തിൽ മത്സരങ്ങൾ നടന്നു. ഏറെ വൈകിട്ടാണ് മത്സരങ്ങൾ സമാപിച്ചത്. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. പട്ടാമ്പി ഉപജില്ലയിലെ 77 വിദ്യാലയങ്ങളിൽ നിന്നുമായി 8000-ഓളം കലാപ്രതിഭകൾ 5 ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിൽ മാറ്റുരച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനതാ ജേണലുമായി വിദ്യാർത്ഥിക്കൂട്ടം. നടുവട്ടം സർക്കാർ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20 പേരടങ്ങുന്ന സംഘമാണ് കലോത്സവ വിശേഷങ്ങൾ തയ്യാറാക്കിയത്. കലോത്സവ നഗരിയിലെ വ്യത്യസ്ത വിദ്യാർത്ഥിക്കൂട്ടമാണ് ഈ കാണുന്നത്. കലോത്സവം ആസ്വദിക്കാൻ എത്തിയവരാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവർക്ക് ഇരിക്കാൻ നേരമില്ല. കലോത്സവ വിശേഷങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണിവർ. കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാപ്പകലില്ലാതെ കലോത്സവ നഗരിയിലൂടെ ഓടി നടക്കുന്ന ജനതാ ജേണലിലെ വിദ്യാർത്ഥിക്കൂട്ടങ്ങൾ നല്ല നല്ല വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കും. അതും ഇവർ തയ്യാറാക്കുന്ന പത്രത്തിലൂടെ. കാണാത്തവർക്ക് കാണാനായി അറിയാനായി ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കും. ലസൈൻ അഹമ്മദാണ് ടീം ലീഡർ. നടുവട്ടം സർക്കാർ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 20 പേരടങ്ങുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ളൊരു ജനതാ ജേണൽ പത്രം തയ്യാറാക്കുന്നത്. 4 വർഷത്തോളമായി ഇവർ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്. ഇവർ കലോത്സവ നഗരിയിലെ മറ്റൊരു നിറസാന്നിധ്യം. അങ്ങനെ മാധ്യമപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു വരുന്ന കുട്ടിക്കൂട്ടങ്ങൾ വളർന്നു ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഉയർന്നു വരാൻ കഴിയട്ടെ. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായി നടത്തിയ ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചപ്പോൾ 516 പോയിന്റുമായി ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി. 434 പോയിന്റ് നേടി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 421 പോയിന്റുമായി ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. 77 വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുഴൽമന്ദം ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. കലോത്സവത്തിന്റെ 2 ദിനം പിന്നിടുമ്പോൾ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കുഴൽമന്ദം CA ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധികാരിക മേധാവിത്വം. കലോത്സവത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെയുള്ള ഫലം പുറത്തുവന്നപ്പോൾ UP വിഭാഗത്തിൽ ഫലം പ്രഖ്യാപിച്ച 21 മത്സര ഇനങ്ങളിൽ 53 പോയിന്റോടെ കുഴൽമന്ദം CA ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്തും 43 പോയിന്റുകളുമായി മാത്തൂർ AUPS ചെങ്ങണിയൂർ 2ാം സ്ഥാനത്തുമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 46 മത്സരങ്ങളുടെ ഫലം വന്നപ്പോൾ 163 പോയിന്റുകളുമായി CA ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് 1ാം സ്ഥാനത്ത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 45 മത്സരങ്ങളുടെ ഫലം പുറത്തുവന്നപ്പോൾ 136 പോയിന്റുകളുമായി CA ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ആധിപത്യം തുടരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ CA ഹയർ സെക്കൻഡറി സ്കൂളിനൊപ്പം തന്നെ GHSS കോട്ടായി തുല്യ പോയിന്റുകളുമായി 1ാം സ്ഥാനത്തുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം അഡീഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഓഫീസ് ധർണ നടത്തി. ഷൊർണൂർ ടൗണിൽ ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം P. സിന്ധു ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ നിരവധിയായ സർവേകൾ നടത്താനൊക്കെ തന്നെ ഇവരെയാണ് ഏൽപ്പിക്കുന്നത്. എന്നാൽ ഈ സർവേകൾ നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വേതനം ഇവർക്ക് നൽകുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പീഡനത്തെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ ഒരു യന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടാവുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 10 ആവശ്യങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തിയിട്ടുള്ളത്. ധർണാ സമരത്തിൽ ഏരിയ പ്രസിഡന്റ് VC ചന്ദ്രിക അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ലക്ഷ്മി, രാജി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി യമുന സ്വാഗതവും ട്രഷറർ സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ KV കാർത്തികേയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അന്തരീക്ഷത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മനുഷ്യനെ വ്യത്യസ്ത കളങ്ങളിൽ തളച്ചിടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത് കളങ്ങൾ ധാരാളമുണ്ട്. ജാതിയുടെ ഉണ്ട്, മതത്തിന്റെ ഉണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉണ്ട്. അത്തരത്തിലുള്ള കളങ്ങൾക്കപ്പുറത്ത് മനുഷ്യർ എന്ന നിലയിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ ജീവിതത്തെയും
അത് പരാമർശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ സാഹിത്യവും. അനുസ്മരണ സമ്മേളനത്തിൽ ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ P സുരേഷിന് സമ്മാനിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ആണ് പുരസ്കാരം സമർപ്പിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തോല കവികളുടെ കവി സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ വെച്ച് ചിത്രരചനാ വിജയികൾക്കുള്ള സമ്മാനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു നിർവഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ, വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി K സന്ധ്യ, KV സുധാകരൻ, ഡോക്ടർ P സുരേഷ്, സ്വാഗത സംഘം ചെയർമാൻ NM നാരായണൻ നമ്പൂതിരി, കൺവീനർ IM സതീശൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്തെ അധ്യാപക പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച KV കാർത്തികേയൻ വിട പറഞ്ഞിട്ട് 7 വർഷം പിന്നിടുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തോല മാസികയുടെ മുഖ്യ പത്രാധിപരുമായിരുന്നു KV കാർത്തികേയൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാന പാതയിൽ മങ്കര കണ്ണമ്പരിയാരത്ത് ചാത്തിക്കഴായി തോടിന് സമീപം പാതയോരത്തെ കൂറ്റൻമരം യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. കൂറ്റൻമരത്തിന്റെ വലിയ കൊമ്പ് പാതയ്ക്ക് കുറുകിയാണ് നിൽക്കുന്നത്. ബലമില്ലാത്ത മരമായതിനാൽ ചെറിയ കാറ്റടിച്ചാൽ പോലും പൊട്ടിവീഴാനുള്ള സാധ്യതയും ഏറെയാണ്. 1 വർഷം മുൻപ് ഇതിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണിരുന്നു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ കൊമ്പ് വെട്ടിമാറ്റി യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. പാലമരമാരി നിൽക്കുന്നുണ്ട്. അത് ഏത് സമയത്തും പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മുൻപ് ഒരു കാർ അവിടെ പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വലിയൊരു ഉണക്കമരം വീണ ആ കാറിൻ്റെ ബോഡി മറ്റേ ഇതൊക്കെ തകരാറായി. അത് എത്രയും പെട്ടെന്ന് അതൊന്ന് മുറിച്ച് മാറ്റിയ വാഹനങ്ങളൊക്കെ ഉള്ള നടക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമാവും എന്ന് പറയാം. മണ്ണൂർ പഞ്ചായത്തിലെ പ്രധാന കനാലുകളുടെ ശുചീകരണം പൂർത്തീകരിച്ചെങ്കിലും കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തേണ്ട കാടാ കനാലുകൾ ശുചീകരിക്കാത്തതിനാൽ കാട് മൂടിക്കിടക്കുകയാണ്. മലമ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം കനാലുകളിലേക്ക് എത്തിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശുചീകരണ പ്രവൃത്തികൾ നടക്കാത്തതുമൂലം കാടാ കനാലിലേക്ക് എത്തുന്ന വെള്ളം പാഴായി പോകുമോ എന്ന ആശങ്കയിലാണ് മേഖലയിലെ കർഷകർ. മണ്ണൂർ മേഖലയിലെ കാടാ കനാലുകൾ കാടുപൊത്തി കനാൽ പോലും കണ്ടുപിടിക്കാനാകാത്ത അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാടാ കനാലുകൾ ശുചീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് നിലച്ചു. 2 വർഷം മുൻപ് മുതൽ കർഷകരുടെ കൂട്ടായ്മയിൽ കാടാ കനാൽ ശുചീകരിച്ചിരുന്നു. ഇത്തവണ ആരും തന്നെ ശുചീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാടാ കനാൽ ശുചീകരണം നടന്നില്ലെങ്കിൽ വെള്ളം കൃഷിയിടങ്ങളിലെത്തില്ല. പലയിടത്തും വെള്ളം ഒഴുകി പാഴാകുന്ന അവസ്ഥയുമുണ്ടാകും. ഈ വർഷവും കർഷകർ സ്വന്തം കയ്യിൽ നിന്നും തുകയെടുത്ത് കാടാ കനാൽ ശുചീകരിക്കേണ്ട അവസ്ഥയാണുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാടാ കനാൽ ശുചീകരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവാഹ ചിലവ് ചുരുക്കി ഭൂമി ദാനമായി പതിച്ചു നൽകി മാതൃകയായി കുടുംബം. പാലക്കാട് കുത്തനൂർ അമ്പലപ്പാടം വീട്ടിൽ വിശ്വനാഥൻ ബേബി ദമ്പതികളുടെ മകൻ വൈശാഖിന്റെയും ബിജിയുടെയും വിവാഹമാണ് വിവാഹാഡംബരം കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഭൂമി വിട്ടു നൽകിയത്. വൈശാഖിന്റെയും ബാംഗ്ലൂർ മലയാളിയായ ഗോപിയുടെയും സുഭദ്ര ഗോപിയുടെയും മകൾ ബിജിയുടെയും വിവാഹമാണ് ആഡംബരം കുറച്ച് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്നത്. ചടങ്ങിൽ വെച്ചു തന്നെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസിന്റെയും ശബരിമല മുൻ മേൽശാന്തിയും ഗുരുവായൂർ ക്ഷേത്രം ശാന്തിയുമായ ദേവദാസൻ നമ്പൂതിരിപ്പാടിന്റെയും കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കുത്തന്നൂർ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിനു വേണ്ടി ട്രസ്റ്റ് പ്രസിഡന്റ് R ബാലനും ട്രസ്റ്റ് സെക്രട്ടറി K സുന്ദരേശനും മറ്റ് ട്രസ്റ്റ് ഡയറക്ടർമാരായ PT സഹദേവൻ, CK ഉണ്ണി, R വാസു, P ഉണ്ണികൃഷ്ണൻ, ബാലചന്ദ്രൻ, രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലേക്കുള്ള കേന്ദ്ര സഹായം നിഷേധിച്ചതിലൂടെ BJP സർക്കാർ സ്വീകരിച്ചു വരുന്നത് സംസ്ഥാനത്തെ പിന്നിൽ നിന്നുകുത്തുന്ന സമീപനമെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിന്റെ മാന്യമായ ആവശ്യങ്ങൾ നിരാകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്ക് പാലക്കാട്ടെ വോട്ടർമാർ മറുപടി പറയുമെന്നും MP രാജേഷ്. കേരളത്തിലെ രണ്ടാമത്തെ വ്യാവസായിക മേഖലയായ പാലക്കാടിനോട് കേന്ദ്ര സർക്കാർ തുടർന്നുവരുന്ന വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPI ദേശീയ സമിതി അംഗം KP രാജേന്ദ്രൻ. ദേവരഥ സംഗമ നിറവിൽ കൽപ്പാത്തി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ പ്രാർത്ഥനാ നിർഭരമായി രഥസംഗമം. ദേവരഥ സംഗമത്തിന് സാക്ഷിയായത് ആയിരങ്ങൾ. ഗ്രാമവീഥികളിലെ തേരോട്ട നിർവൃതിയിൽ നിറഞ്ഞ് ആഗ്രഹാരം.
പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം. പൂരം അലങ്കോലപ്പെട്ട രാത്രിയിൽ സംഭവസ്ഥലത്ത് കളക്ടർ നേരിട്ടെത്തിയിരുന്നുവെങ്കിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ രൂക്ഷ വിമർശനം. ഷൊർണൂർ കവളപ്പാറ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ മോഷണം പോയി. മോഷണം പോയത് കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരത്തിലെ 200 ഏക്കറോളം നെൽകൃഷിക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പ് ഹൌസിലേത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെയും BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ 2700-ലധികം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നവംബർ 18 മുതൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ വിധിയെഴുതണമെന്ന ആഹ്വാനവുമായി പാലക്കാട്ട് കർഷക സംഗമം. സംഗമം സംഘടിപ്പിച്ചത് പാലക്കാടൻ കർഷക മുന്നേറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും കർഷകരുടെ ആവശ്യം. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കർഷകർ ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത്. കൈക്കനാലുകൾ കാടുമൂടിക്കിടക്കുന്നതിനാൽ മെയിൻ കനാലുകൾ വൃത്തിയാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് കർഷകരുടെ ആക്ഷേപം. കൗമാര പ്രതിഭകളുടെ സ്കൂൾ ഉപജില്ലാ കലോത്സവം. എടപ്പലത്ത് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിശീല വീണു. വല്ലപ്പുഴയിൽ നടന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 516 പോയിന്റ് നേടി ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കി. കുഴൽമന്നം ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. തൃശൂർ വടക്കാഞ്ചേരി പാർലിക്കാട് ടൂറിസ്റ്റ് ബസും സ്വകാര്യ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം നടന്നത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ. ഒരാൾക്ക് പരിക്ക്. വാണിയംകുളം പനിയൂരിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.